ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 5 പാർട്ടിന്റെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതുവരെ ഏകദേശം എക്സാംസിനൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിൽവർ ഈസ്. അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് എക്സാമിന് സിൽവറിന്റെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ചോദിക്കുമെന്നല്ല, ഫെമിലിയർ ആയിട്ടുള്ള പല മെറ്റീരിയൽസിന്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ ചോദിക്കാം കേട്ടോ. അപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിൽവർ ഈസ്, സിൽവറിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ്? അപ്പൊ നമുക്കറിയാം ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ SC സിമ്പിൾ ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്, പിന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ദെൻ ബോഡി സെന്റേർഡ് ക്യൂബിക്. അപ്പൊ അങ്ങനെ കുറച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് സിൽവറിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏത് എന്നാണ് ചോദ്യം കേട്ടോ. ഇപ്പം സിൽവർ മെറ്റലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏത്? അപ്പൊ നമുക്ക് എക്സാമിന് ഇത്രയും മെറ്റൽസിന്റെ മാറി മാറി ക്രിസ്റ്റൽ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാവോ? സ്ക്രീനിന് കേൾക്കാം സർ, കാണാം, ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ഉള്ള മെറ്റൽസ് എന്ന് പറയുമ്പോൾ ക്രോമിയം, വനേഡിയം, മോൾബിനം, സോഡിയം, മാംഗനീസ്, ദെൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആൽഫ അയൺ കേട്ടോ. ആൽഫ അയൺ നമുക്കറിയാം അയണിന്റെ അലോട്രോപിക് ഫോംസ് ഉണ്ട്, ആൽഫ അയൺ, ദെൻ എന്തുണ്ട്, ഗാമ, ദെൻ ഡെൽറ്റ അല്ലേ. ആൽഫ അയൺ ഉണ്ട്, ഗാമ അയൺ ഉണ്ട്, ഡെൽറ്റ അയൺ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാമിലൊക്കെ പഠിച്ചതാണ്. ഇനി അയൺ കാർബൺ ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടെ പഠിക്കും കേട്ടോ. അപ്പോൾ ആൽഫ അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫെറൈറ്റ് ആണ്. ഈ പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആൽഫ അയൺ എന്ന് പറയുന്നത് ഫെറൈറ്റ് ആണ്. ഗാമ അയൺ എന്ന് പറയുന്നത് ഓസ്റ്റിനേറ്റ് ആണ്. നമുക്കറിയാം ഓസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഫേസ് ആണ്. ഹൈ ടെമ്പറേച്ചർ ഫേസ് ആണ് ഓസ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിനേറ്റിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് FCC ആണ്. ആൽഫ അയൺ അല്ലെങ്കിൽ ഫെറൈറ്റിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ BCC ആണ്. ദെൻ പിന്നെയും ഡെൽറ്റ അയണിലോട്ട് പോകുമ്പോൾ പിന്നെ എന്താവും, BCC സ്ട്രക്ചർ ആകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് മാറി മാറി ചോദിക്കും. കൂടുതലും ചോദിക്കുന്നത് എന്താണ്, ഗാമ അയൺ ആണ്. കാരണം ഗാമ അയൺ മാത്രമാണ് ബേസിക് അയണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ BCC എന്ന് മാറ്റമുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഏതാണ്? ഫേസ് സെന്റേർഡ് ക്യൂബിക് FCC സ്ട്രക്ചർ ഉള്ളത് ഏതാണ്? ഗാമ അയൺ കേട്ടോ. ഓസ്റ്റിനേറ്റിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ്? FCC. അപ്പൊ ഇവിടെ ആൽഫ അയൺ എന്ന് പറയുമ്പോൾ എന്താണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണ് ആൽഫ അയൺ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അയണിന് 3 അലോട്രോപിക് ഫോം ആണ് ഉള്ളത്, ആൽഫ അയൺ, ഗാമ അയൺ, ഡെൽറ്റ അയൺ. അതില് ഇവിടെ ആൽഫ അയൺ ഫെറൈറ്റിന്റെ ആണ് ചോദിച്ചത്, എന്താണ്, BCC സ്ട്രക്ചർ ആണ്. ദെൻ ക്രോമിയം, വനേഡിയം, മോൾബിനം, സോഡിയം, മാംഗനീസ്, ആൽഫ അയൺ കേട്ടോ. ഇതില് ക്രോമിയം, വനേഡിയം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ദെൻ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ FCC, അത് നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്, ഒരു ലെസ്റ്റർ അപ്പിയറൻസ് ഉള്ള ഏകദേശം എല്ലാ മെറ്റീരിയലിനും ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും? FCC ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷൻ തിളക്കമുള്ള മെറ്റീരിയൽസ് ഏതൊക്കെ? അലുമിനിയത്തിന് എന്താണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെസ്റ്റർ അപ്പിയറൻസ് ഉണ്ട്. കോപ്പർ, ഗോൾഡ് അല്ല സിൽവർ കേട്ടോ. അപ്പൊ അലുമിനിയം, കോപ്പർ, സിൽവർ, ലെഡ്. ദെൻ ഇവിടെ വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഗാമ അയൺ. ഇതിനെല്ലാം എന്താണ്, FCC സ്ട്രക്ചർ ആണ്. ദെൻ ഹെക്സണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള കാഡ്മിയം ആണ് കേട്ടോ. കാഡ്മിയം, മെഗ്നീഷ്യം, സിങ്ക്, ഇതിനെല്ലാം എന്താണ്, ഹെക്സണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മാറി മാറി ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇതിന് തന്നെ വരാനാണ് സാധ്യത ഉള്ളത് അയൺ. അപ്പോൾ അയണിൽ തന്നെ ഞാൻ പറഞ്ഞ 3 എണ്ണം എന്താണ്, ആൽഫ, ഗാമ, ഡെൽറ്റ. പിന്നെ വരുന്നത് എന്താണ്, ഇതേപോലെ സിൽവർ, ഗോൾഡ്, അലുമിനിയം, കോപ്പർ, ഇതിനൊക്കെ FCC സ്ട്രക്ചർ ആണ്. ദെൻ ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ ക്രോമിയം, വനേഡിയം, മോൾബിനം, സോഡിയം, മാംഗനീസ്, ആൽഫ അയൺ കേട്ടോ. ഇത് ശ്രദ്ധിക്കണം, ആൽഫ അയൺ. ദെൻ ഹെക്സണൽ ക്ലോസ്, ഒരു എക്സാമിന് കാഡ്മിയം ചോദിച്ചിട്ടുണ്ട്, ഹെക്സണൽ ക്ലോസ് പാക്ക് HCP കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സിൽവർ. സിൽവറിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഈസ് FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. സിൽവർ ഈസ് ഹാവിംഗ് FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. യെസ്, നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് സ്പേസ് ലാറ്റിസസ് ഓർ ബ്രുവേസ് ലാറ്റിസസ്. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടാണ്. നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് സ്പേസ് ലാറ്റിസസ് അല്ലെങ്കിൽ എത്ര ബ്രുവേസ് ലാറ്റിസസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സ്പേസ് ലാറ്റിസസ് ഉണ്ട്. ഇവിടെ ഓപ്ഷൻ A 16, ഓപ്ഷൻ B 15, C 13, D 14 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അതിന് മുന്നേ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താണ് നമുക്കറിയാം, ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ എളുപ്പം പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ആറ്റവും നമ്മൾ ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഹാർഡ് സ്ഫിയേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിനെന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് റേഡിയ ഉണ്ട്.
ഇതിനെ നമ്മൾ എന്താണ് ഈ ആറ്റംസിനെ നമ്മൾ 3 ഡയമെൻഷനായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി സെന്റർ ഓഫ് ആറ്റംസ് എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ ഈ ഓരോ ആറ്റത്തിന്റെ സെന്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ ഉണ്ട്, ഒരു ഇമാജിനറി ലൈൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ക്യൂബ് ഫോം ആവുന്നതായിട്ട് കാണാൻ പറ്റും. സെന്റർ ഓഫ് ആറ്റംസ് ആർ കണക്റ്റഡ് ബൈ സ്ട്രെയിറ്റ് ലൈൻസ്. ഇനി ഇങ്ങനെ ഒരു ഇമാജിനറി എന്താ ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ സ്പേസ് അല്ലെ, ഒരു ഇമാജിനറി 3 ഡയമെൻഷണൽ എന്താണ് സ്പേസ് ആണ് എന്ത് പറയുന്നത്, നമ്മളെ സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്താണ് 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം, ഒരു ഇമാജിനറി 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ സ്പേസ്. ഇതിനാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് ലാറ്റിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ആറ്റംസ് ഇരിക്കുന്ന പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ പൊസിഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആറ്റംസ് ഇരിക്കുന്ന പൊസിഷൻസ് ആണ് കേട്ടോ, ആറ്റംസ് ഇരിക്കുന്ന പൊസിഷൻസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞു, ഈ കാണിച്ചിരിക്കുന്ന ഒന്നും ആറ്റംസ് അല്ല, ഇതെല്ലാം എന്താണ്, ആറ്റംസ് ഇരിക്കുന്ന പൊസിഷൻ ആണ്. മനസ്സിലായോ? ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, ഒരു ഇമാജിനറി സ്പേസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഒരു ഷെയ്ഡഡ് പോർഷൻ കണ്ടു, ഒരു ഷെയ്ഡഡ് ക്യൂബ് കണ്ടു. അതിനെ നമുക്ക് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. കാരണം നമ്മൾ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ യൂണിറ്റ് സെല്ലാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് സ്പേസ് ലാറ്റിസും ഈ ഒരു യൂണിറ്റ് സെല്ലാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് യൂണിറ്റ് സെൽ? യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റബിൾ എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഈ ഒരു യൂണിറ്റ് സെല്ല് ആണ് എന്താണ് കംപ്ലീറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറും റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നിരിക്കുന്നത്, റിപ്പീറ്റ് ആയി വന്നേക്കുന്നത്. അപ്പം എക്സാമിന് യൂണിറ്റ് സെൽ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് യൂണിറ്റ് സെല്ല്? It is the smallest repeatable entity that can be used to completely represent a crystal structure. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ കംപ്ലീറ്റ് സ്വഭാവം നമുക്ക് ഒരു യൂണിറ്റ് സെല്ല് കൊണ്ട് റെപ്രസെന്റ്, കാരണം ആ യൂണിറ്റ് സെല്ലാണ് കംപ്ലീറ്റ് എന്താവുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ആ യൂണിറ്റ് സെല്ലിന്റെ സ്വഭാവം തന്നെയായിരിക്കും ത്രൂ ഔട്ട് എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചറിലും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ യൂണിറ്റ് സെല്ല് ഓർത്ത് വയ്ക്കുക. അപ്പൊ യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ ആണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ബ്രിവേസ് ലാറ്റിസിലോട്ടാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയണം കേട്ടോ. അപ്പൊ യൂണിറ്റ് സെല്ല് എന്ന് പറയുന്നത് എന്താണ്, ഫോർ മോസ്റ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആർ പാരലലോപിപ്പഡ്സ് ഓർ പ്രിസം ഹാവിംഗ് ദിയർ 3 പെയർ ഓഫ് പാരലൽ ഫേസ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്യൂബ് ആണ് അല്ലെങ്കിൽ പാരലലോപിപ്പഡ് ആണ്. അതിൽ എന്താണ് 3 എന്താണ് പേഴ്സ് ഓഫ് പാരലൽ ഫേസസ് ഉണ്ട്. അത് ക്യൂബ് ആയിരിക്കണം ഒട്ടും നിർബന്ധമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതൊരു ക്യൂബ് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതൊരു പാരലലോപിപ്പഡ് ആണ് അല്ലെങ്കിൽ പ്രിസം ആണ്. 3 പേഴ്സ് ഓഫ് പാരലൽ ഫേസസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. കാരണം ക്യൂബ് ആവണം നിർബന്ധം ഇല്ല എന്ന് പറയാൻ കാരണം ഇത് കണ്ടോ, ഇതിന് എത്ര ഫേസസ് ഉണ്ട്? 3 പേഴ്സ് ഓഫ് പാരലൽ ഫേസ് ഉണ്ട് അല്ലേ. 1 പേഴ്സ്, ദെൻ ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, ദെൻ 2, ദെൻ ഇത് ഈ ഡാഷ്, അങ്ങനെ എത്ര 3 പേഴ്സ് ഉണ്ട്. ഇനി ഇങ്ങനെ ഇതും എന്ത് തന്നെയാണ്, പാരലലോപിപ്പഡ് തന്നെയാണ്. അപ്പൊ ഇതൊരു ക്യൂബ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? ഇത് ക്യൂബ് എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ഫിഗേഴ്സ് വെച്ചിട്ട് ഇതൊരു എന്താണ് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം എന്ന്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് റെക്ടാങ്കുലർ പ്രിസം ആയിരിക്കണം, അങ്ങനെ ഒന്നും തെറ്റിദ്ധാരണ പാടില്ല. അതൊരു പാരലലോപിപ്പഡ് ആണ്. പിന്നെ 3 പേഴ്സ് ഓഫ് പാരലൽ ഫേസസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഇനി എന്താണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ലാറ്റിസ് പോയിന്റ് ലൊക്കേഷൻ വേർ ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആർ ലൊക്കേറ്റഡ്. അപ്പൊ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ലാറ്റിസ് പോയിന്റ്സ് ആണ്. മനസ്സിലായി? അപ്പൊ സ്പേസ് ലാറ്റിസിനകത്ത് ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇരിക്കുന്ന ആ ഒരു പൊസിഷനെ നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ യൂണിറ്റ് സെൽ. ഞാൻ നേരത്തെ പറഞ്ഞത് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം നിർബന്ധമില്ല. മനസ്സിലായി? എഡ്ജസ് ചരിഞ്ഞ് വരാം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ സൈസും ഷേപ്പും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയോ, ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലെന്തുണ്ട്, ഒരു നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലെന്ത് ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട് കേട്ടോ. അതെന്താണ് ABC എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ലെന്ത് A, ഇതിന് വിഡ്ത്ത്, ഒരു ഹൈറ്റ് C, ABC. പിന്നെ വരുന്ന എന്താണ്, ആ എഡ്ജസ് തമ്മിലുള്ള ആംഗിൾ ഒരു എന്താണ് ആൽഫ, ബീറ്റ, ദെൻ ഗാമ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന 3 ആംഗിൾ, ദെൻ ABC എന്ന് പറയുന്ന ലെന്ത് വൈസ് പാരാമീറ്റേഴ്സ്. അങ്ങനെ 6 പാരാമീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ സൈസിനെയും ഷേപ്പിനെയും ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എത്ര ലാറ്റിസ് പാരാമീറ്റേഴ്സ് ഉണ്ട്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഗിവൺ ബൈ 6 ലാറ്റിസ് വെക്ടേഴ്സ് അല്ലെങ്കിൽ 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ്. മനസ്സിലായോ? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ റിലേഷൻ വെച്ചിട്ട് മനസ്സിലായോ, ഡിപ്പെൻഡിങ് ഓൺ റിലേഷൻ ബിറ്റ്വീൻ ലാറ്റിസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ പല കോമ്പിനേഷൻ
എന്ന് വെച്ചാൽ ഇപ്പൊ എയും ബി ഞാൻ നേരത്തെ പറഞ്ഞു എ ബി സി ദെൻ ആൽഫ ബീറ്റ ഗാമ. ഇതിൽ എന്താണ് എയും ബി എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പെർഫെക്റ്റ് ക്യൂബാണ് അല്ലേ? പെർഫെക്റ്റ് ക്യൂബാണ്. ഇതിൽ എയും ബിയും സിയും ഈക്വൽ ആണ്, ദെൻ ഇതെല്ലാം 90 ഡിഗ്രി ആണ്. എങ്കിൽ എന്താണ്? പെർഫെക്റ്റ് ക്യൂബാണ്. മനസ്സിലായോ? ഇനി എന്താണ്? എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി എന്നൊരു കോമ്പിനേഷൻ വരാം. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് മാത്രം ഡിഫറൻറ്റ്, ബാക്കി എന്താണ്? വിഡ്ത്തും ലെങ്തും സെയിം ആണ്. മനസ്സിലായോ? ഹൈറ്റ് മാത്രം ഡിഫറെന്റ് ആണ്, ബാക്കി ആംഗിൾ എല്ലാം 90 ഡിഗ്രി ആണ്. എ ഈക്വൽ ടു ബി ആണ്, ഹൈറ്റ് സി മാത്രം എന്താണ് വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ലാറ്റിസ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ റിലേഷൻ ബിറ്റ്വീൻ ലാറ്റിസ് പാരാമീറ്റേഴ്സ് യൂണിറ്റ് സെൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 7 ഗ്രൂപ്പ്സ് നോൺ ആസ് ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഇങ്ങനെ പല പല കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എത്ര ക്രിസ്റ്റൽ സിസ്റ്റം ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഡിപ്പെൻഡിങ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ലാറ്റിസ് പാരാമീറ്റേഴ്സ് ദർ ആർ 7 ഗ്രൂപ്പ് അല്ലെങ്കിൽ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഇനി ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെയും ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാണ് 14 ടൈപ്പ് ഓഫ് ബ്രുവൈസ് ലാറ്റിസ്. അതെങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. മനസ്സിലാവും? അപ്പൊ ഇനി അടുത്തൊരു ഫിഗർ ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഡിപ്പെൻഡിങ് ഓൺ റിലേഷൻഷിപ്പ്. ഈ ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ റിലേഷൻ എന്താണ് ഡിഫറെന്റ് കോമ്പിനേഷനിൽ നമുക്ക് എത്ര ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്? 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഇനി ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്യിക്കുന്ന രീതി വെച്ചിട്ട് എത്ര ഉണ്ട്? 14 ബ്രുവൈസ് ലാറ്റിസസ് ആണ് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ബ്രുവൈസ് ലാറ്റിസ് ഉണ്ട് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ആൻസർ എത്രയായിരുന്നു? 14 ടൈപ്പ്. അപ്പൊ ഇവിടെ നോക്കിയാൽ there are 14 പോസിബിൾ ബ്രുവൈസ് ലാറ്റിസസ്. നിങ്ങൾ ഇത് മറക്കരുത്, എക്സാമിന് സ്ഥിരം എന്താണ് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. 7 ക്രിസ്റ്റൽ സിസ്റ്റം, 14 ബ്രുവൈസ് ലാറ്റിസസ്. അപ്പൊ ഇവിടെ 7 ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ട്രൈഗണൽ. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് കേട്ടോ. ഇനി 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് 14 ബ്രുവൈസ് ലാറ്റിസ് ഉണ്ട്. അപ്പൊ ഇവിടെ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം എടുക്കുമ്പോൾ അതിലെന്താണ് 8 കോർണറിൽ മാത്രം ആറ്റം ഉള്ളതുണ്ട്, ദെൻ ബോഡി സെന്റേഡ് ഉള്ളതുണ്ട്, ദെൻ ഫേസ് സെന്റേഡ് ഉള്ളതുണ്ട്. അപ്പം ക്യൂബിക്കിൽ തന്നെ 3 ടൈപ്പ് ഓഫ് അറ്റോമിക് അറേഞ്ച്മെന്റ് ഉണ്ട്. ടെട്രഗണിൽ 2 ടൈപ്പ് ഉണ്ട്. അതേപോലെ ഓർത്തോറോംബിക്കിനകത്ത് 4 ടൈപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എങ്ങനെ 14 ടൈപ്സ് പോസിബിൾ ആണ്. മനസ്സിലായി? അപ്പൊ 14 ബ്രുവൈസ് ലാറ്റിസസ് ആൻഡ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് പി എസ് സിക്ക് ഇതുവരെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ, എത്ര ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, എത്ര ബ്രുവൈസ് ലാറ്റിസ് ഉണ്ട്. ഇതുവരെ ഈ കോമ്പിനേഷൻ ചോദിച്ചിട്ടില്ല. ഫോർ എ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90 ഡിഗ്രി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ISRO എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ദെൻ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ PSC ലെവലിൽ ഇതുവരെ ക്യൂബിക് അല്ലെ അതേപോലെ ഓർത്തോറോംബിക് ഇന്ത്യയൊക്കെ എന്താണ് ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഇനി ചോദിച്ചുകൂടാന്നുമില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറി വരാണ്, പുതിയ പുതിയ ചോദ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. എക്സാമിന് തൊട്ട് മുന്നേ ഇതൊന്ന് നോക്കിയിട്ട് പോകണം. ക്യൂബിക്കിന്റെതും ടെട്രഗണൽ ഓർത്തോറോംബിക്കിന്റെയും കോമ്പിനേഷൻസ് നോക്കി, എന്നുവെച്ചാൽ എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെയും കോമ്പിനേഷൻ നോക്കണം. ബ്രുവൈസ് ലാറ്റിസ് പ്രശ്നം 14 ബ്രുവൈസ് ലാറ്റിസ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 14 ബ്രുവൈസ് ലാറ്റിസ് ഉണ്ട്. പക്ഷെ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെയും ലാറ്റിസ് പാരാമീറ്റേഴ്സ് കോമ്പിനേഷൻ നോക്കണം. ക്യൂബിക്ക് സിമ്പിൾ ആണ്, ആൽഫ എ ഈക്വൽ ടു ബി ടു സി ഗാമ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. ബാക്കി ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ട്രൈഗണൽ, ഹെക്സഗണൽ എല്ലാം നോക്കിയിട്ട് പോകണം. എക്സാമിന് വരാം കേട്ടോ. പക്ഷെ ഇന്നേ വരെ അത് ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും പറയാനില്ല, കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് എന്താണ് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ബ്രുവൈസ് ലാറ്റിസസ് എത്രയാണ്? 14 ബ്രുവൈസ് ലാറ്റിസസ് ആണ് ഉള്ളത്. 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്, 14 ബ്രുവൈസ് ലാറ്റിസസ്. ക്ലിയർ ആണോ? കേൾക്കാവോ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കോ? ഏതാണ്? ഇതാണോ?
സ്പേസ് ലാറ്റിസിന് ചോദിച്ചാലും 14 അല്ലേ? നമ്പർ ഓഫ് ബ്രിവേഴ്സ് ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആറ്റംസ് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു 3 ഡയമെൻഷണൽ സ്പേസിനാണ് നമ്മൾ പറഞ്ഞത് സ്പേസ് ലാറ്റിസ് എന്ന്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എന്താണ്, ഇതേ ഒരു യൂണിറ്റ് തന്നെയാണ് ഇങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ബ്രിവേഴ്സ് ലാറ്റിസ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? കേൾക്കോ? പറയുന്നത് കേൾക്കാല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കാം. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. ഒരു പർട്ടിക്കുലർ ആറ്റത്തിനെ ഡയറക്ട്ലി സറൗണ്ട് ചെയ്ത് വരുന്ന നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. അപ്പോൾ ഓപ്ഷൻ എ കോർഡിനേഷൻ നമ്പർ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, ഡെൻസിറ്റി ഇൻഡെക്സ്, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്റ്റലൈസിലുള്ള 3 ടേമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, കോർഡിനേഷൻ നമ്പർ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇതിൽ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്താണ്? ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എത്ര യൂണിറ്റ് സെൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഒന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും, എത്ര യൂണിറ്റ് സെൽ ഉണ്ട് ഇതിനകത്ത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കാം, ഇതിനകത്ത് 2 എണ്ണം. ഇതിനകത്ത് 2 യൂണിറ്റ് സെൽ ഉണ്ട്. ഇതിനകത്തോ 8 എണ്ണം അല്ലേ? 1 2 3 4. ഇതിന്റെ നേരെ മേളിലും അതേപോലെ 4 എണ്ണം ഉണ്ട് അല്ലേ? 5 6 7 8 8 എണ്ണം ഉണ്ട്. മനസ്സിലായോ? അപ്പോ ഇവിടെ നടുക്ക് ഞാനൊരു ആറ്റത്തിനെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ആറ്റത്തിനെ 8 ക്യൂബ്സ് ആയിട്ട് ഷെയർ ചെയ്യാണ്. അങ്ങനെ ആണല്ലോ ഇവിടെ. ആറ്റംസ് ഓൺ കോർണേഴ്സ് ആർ ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 1/8. സിമ്പിൾ ആണ്. ഇവിടെ ആണെങ്കിലോ 1/2. മനസ്സിലായി? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോർണറിൽ വരുന്ന ആറ്റംസിന് എന്താണ് 1/8 പാർട്ട് മാത്രമേ യൂണിറ്റ് സെല്ലിനകത്ത് വരുന്നുള്ളൂ. അതേസമയം ഫേസിൽ വരുവാണെങ്കിൽ എത്ര വരുന്നുണ്ട്? ഹാഫ് വരുന്നത്. ഇനി ബോഡി സെന്ററിനകത്ത് വരുന്നതാണെങ്കിലോ, ഒരു യൂണിറ്റ് സെല്ലിന്റെ ബോഡിക്കകത്ത് സെന്ററിൽ വരികയാണെങ്കിൽ എത്ര ഉണ്ട്? അവിടെ എത്ര വരുന്നുണ്ട് ആറ്റം പെർ യൂണിറ്റ് സെല്ല്? 1 കേട്ടോ. ബോഡി സെന്റർ ആണെങ്കിൽ ഒന്നിനകത്ത് എന്താണ് ഒരു ആറ്റം ഫുൾ ആയിട്ട് ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആറ്റം പെർ യൂണിറ്റ് സെൽ കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആറ്റം കേട്ടോ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് 8 ക്യൂബ് എന്താണ് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഇതൊരു ക്യൂബാണ് കണ്ടോ, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട് കേട്ടോ. ആ ക്യൂബിന്റെ ഓരോ കോർണറിലും ഓരോ ആറ്റം ഇരിപ്പുണ്ട് കണ്ടോ. പക്ഷെ ഒരു കോർണറിൽ അതിന്റെ 1/8 ഉള്ളൂ, ബാക്കി 8 വേറെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു 1/8 ഉണ്ട്, ഇവിടെ 1/8 ഉണ്ട്, ഈ കോർണറിൽ 1/8 ഉണ്ട്, ഈ കോർണറിൽ 1/8 ഉണ്ട്, ഈ കോർണറിൽ 1/8 ഓഫ് ആറ്റം ഉണ്ട്, ഇവിടെ 1/8 ഓഫ് ആറ്റം ഉണ്ട്, ഇവിടെ 1/8 ഓഫ് ആറ്റം ഉണ്ട്, ഇവിടെ ഒരു 1/8 ഓഫ് ആറ്റം കണ്ടോ. ഇവിടെ 1/8 ഓഫ് ആറ്റം 1, ഇവിടെ 2 3 4 5 6 7 8 1/8 ഓഫ് ആറ്റമാണ് ഒരു ക്യൂബിനകത്ത് വരുന്നത്. ഇപ്പൊ ക്യൂബിന്റെ യൂണിറ്റ് സെല്ലിന്റെ കോർണറിലാണ് ആറ്റത്തിന് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് എങ്കിൽ, ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആറ്റം ഇരിക്കുന്ന പൊസിഷൻ യൂണിറ്റ് സെല്ലിന്റെ കോർണറിലാണ് എങ്കിൽ ആ കോർണറിൽ ആ ആറ്റത്തിന്റെ 1/8 മാത്രമേ ഉണ്ടാകുള്ളൂ. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? 1/8 ഇൻറ്റു എത്ര കോർണേഴ്സ് ഉണ്ട്? 8 ഈക്വൽ ടു 1. ക്ലിയർ ആയോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ആറ്റം പെർ യൂണിറ്റ് സെൽ കൺസെപ്റ്റ്. അടുത്ത് കോർഡിനേഷൻ നമ്പർ. എന്താണ് കോർഡിനേഷൻ നമ്പർ? നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? ഇതാണ് എക്സാമിന് മാറി ചോദിക്കുന്നത്. ആറ്റം പെർ യൂണിറ്റ് സെൽ നമ്മൾ ഓപ്ഷനകത്ത് വന്നുകൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. എന്താണ് കോർഡിനേഷൻ നമ്പർ? നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ്. ഒരു പർട്ടിക്കുലർ ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത് കാണുന്ന ആറ്റംസ് കേട്ടോ, ഏറ്റവും അടുത്ത് കാണുന്ന ആറ്റംസിന്റെ എണ്ണം, അതാണ് എന്ത് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ആറ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ആറ്റംസ് ഏതൊക്കെ?
ഇത് ഒരെണ്ണം അടുത്ത് വരുന്നുണ്ട്, 2, 3, 4, 5, 6. ഈ ആറ്റം നിയറസ്റ്റ് ആണോ? ഈ ആറ്റം നിയറസ്റ്റ് ആണോ? അല്ലെങ്കിൽ ഇത് നിയറസ്റ്റ് ആണോ? ഡയഗണലി വരുന്നതാണ്. ഇത് നിയറസ്റ്റ് ആണോ? ഇത് അല്ല, ഇതൊന്നും നിയറസ്റ്റ് അല്ല. അപ്പൊ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6, 1, 2, 3, 4, 5, 6. 6 ആറ്റംസ് ഇതിന് അടുത്ത് വരുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഇൻ ദിസ് കേസ് കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. മനസ്സിലായോ? അപ്പൊ അതാണ് എന്ത് കോർഡിനേഷൻ നമ്പർ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ ഒരു ഫേസ് സെന്റേർഡ് ക്യൂബ് അതെയാണ്. ഒരു ഫേസ് സെന്റേർഡ് ക്യൂബ് ആണ്. ഈ ഫേസിലെല്ലാം ആറ്റംസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഫേസിലെല്ലാം ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റ് ആറ്റം ഇതാകും. ഫേസിന്റെ സെന്ററിൽ ഒരു ആറ്റം ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ആറ്റം ഇതാണ്. മനസ്സിലായോ? ഈ കേസ് എന്ന് പറയുമ്പോൾ ഫേസ് സെന്റേഴ്സിലെ ബോഡി സെന്ററിൽ വേറെ ആറ്റം ഒന്നും ഇല്ല. ഈ കോർണറിൽ മാത്രമേ ആറ്റം വരുന്നുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ എന്താണ് നിയറസ്റ്റ്? ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. നമ്പർ ഓഫ് നിയർ. അപ്പൊ ഈ ഡെഫിനേഷൻ ഓർത്ത് വെക്കണം. നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റം ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. ഒരു പർട്ടിക്കുലർ ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നിയറസ്റ്റ് ആയിട്ട് എത്ര ആറ്റംസ് വരുന്ന ആറ്റത്തിന്റെ എണ്ണം, അതാണ് എന്ത് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? അപ്പോൾ ഇൻ ക്രിസ്റ്റലോഗ്രഫി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ വേറെയും കുറച്ച് പേരുകളുണ്ട്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി ഓർ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് എ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം, അപ്പം ഇവിടെ ഒരു സിമ്പിൾ ക്യൂബിക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ വോളിയം എത്രയാണ്? A equal to B equal to C, alpha equal to beta, gamma equal to 90 degree. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്യൂബാണ് അല്ലേ? ക്യൂബാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ വോളിയം എത്രയാണ്? A equal to B equal to C ആണ്. വോളിയം എന്താണ്? A ക്യൂബ് അല്ലേ? വോളിയം ഓഫ് എ ക്യൂബ് A ക്യൂബ് ആണ് ഈ യൂണിറ്റ് സെല്ലിന്റെ വോളിയം. ഇനി നമുക്കറിയാം ഇതിന്റെ ഓരോ കോർണറിലും എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. ഓരോ കോർണറിലും ആറ്റംസ് ഉണ്ട്. നമുക്കറിയാം ആറ്റംസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കലാണ്. ഇവിടെ നോക്കിയേ, ആറ്റംസ് എന്ന് പറയുമ്പോൾ സ്ഫെറിക്കലാണ്. കണ്ടോ? സ്ഫെറിക്കലാണ് ഇരിക്കുന്നത്. യൂണിറ്റ് സെല്ലിനെ തന്നെ ഇവിടെ കണ്ടോ? ഗ്യാപ്പ് കണ്ടോ? ഈ പൊസിഷൻ നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ, ഗ്യാപ്പ് ഉണ്ടോ? വൈറ്റ് കളർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് യൂണിറ്റ് സെല്ലിന്റെ വോളിയം കംപ്ലീറ്റ്ലി എന്തല്ല, ആറ്റംസ് ഒക്കുപ്പൈഡ് അല്ല. കുറച്ച് വോളിയം എല്ലാം വേക്കന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എത്രമാത്രം വോളിയം ആറ്റംസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, അതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. മനസ്സിലായോ? ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം A ക്യൂബ്. അപ്പൊ നമുക്കറിയാം ആ യൂണിറ്റ് സെല്ലിൽ മൊത്തത്തിലും ആറ്റംസ് ഒക്കുപ്പൈഡ് അല്ല. കുറച്ച് സാധനം എന്താണ് വേക്കന്റ് ആണ്. അത് ഈ ഫിഗറിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ? യൂണിറ്റ് സെല്ലിന്റെ ആറ്റം ഇരിക്കുന്നെങ്കിൽ ഇടയ്ക്ക് എന്തുണ്ട്? സ്പേസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ? ഈ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എത്രമാത്രം വേക്കന്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം സ്പേസ് എന്താണ് ആറ്റംസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്, അതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് കുറഞ്ഞു വരും തോറും അല്ലെങ്കിൽ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കൂടുന്തോറും പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇനി പാക്കിംഗ് ഫ്രാക്ഷൻ എത്രമാത്രം എന്താണ് വോളിയം ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആൻഡ് ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ഇത് എപ്പോഴും യൂണിറ്റി എന്താണ് 1ൽ താഴെ ആയിരിക്കും കേട്ടോ. 1ൽ താഴെ ആയിരിക്കും അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഉണ്ടോ? കാരണം 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറ്റ സ്പേസ് പോലും എന്തല്ല, ഗ്യാപ്പ് ഇല്ല. കംപ്ലീറ്റ് ആറ്റം കൊണ്ട് ഫിൽഡ് ആണ്. അത് ഒരിക്കലും പോസിബിൾ അല്ല. എപ്പോഴും കുറച്ച് സ്പേസ് എന്താണ് വേക്കന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ലെസ് ദാൻ 1 ആണ്. അപ്പൊ എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? ഇത് എക്സ്പ്രഷൻ അതേപോലെ ചോദിക്കാം, അതുമല്ല ഡെഫിനിഷനും ചോദിക്കാം. എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ആറ്റംസ് യൂണിറ്റ് സെൽ ടു വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇതാണ് എന്ത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കേട്ടോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. എന്താണ് കോർഡിനേഷൻ നമ്പർ, എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, പിന്നെ എന്താണ് കോർഡിനേഷൻ നമ്പർ, എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, ദെൻ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഈ 3 കാര്യങ്ങളും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിയറസ്റ്റ് ആറ്റം ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. അതിന്റെ ആൻസർ എന്താണ്? കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ഈസ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം.
ഈ കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 8, 6, 12, 10. എത്രയാണ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 6. കോർഡിനേഷൻ നമ്പർ 6. കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് സിമ്പിൾ ക്യൂബ്, സിമ്പിൾ ക്യൂബ് സ്ട്രക്ചർ. അതിന്റെ 8 കോർണറിലും എന്തായിരിക്കും? ആറ്റംസ് ഉണ്ടായിരിക്കും. 8 കോർണറിലും ആറ്റംസ് ഉണ്ടായിരിക്കും കേട്ടോ. 8 കോർണറിൽ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോ ഈ 8 കോർണറിലും ആറ്റംസ് ഉണ്ട്. ഈ ഓരോ ആറ്റം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആറ്റം എടുക്കുമ്പോൾ അതിന്റെ നിയറസ്റ്റ് നൈബറിംഗ് ആറ്റംസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പം കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. 6 ഈസ് ദി കോർഡിനേഷൻ നമ്പർ. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ബോഡി സെന്റേർഡ് ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? ബോഡി സെന്റേർഡ് ക്യൂബിക് കോർഡിനേഷൻ നമ്പർ ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് എത്രയായിരിക്കും? കോർഡിനേഷൻ നമ്പർ ഓഫ് BCC ഈസ്, നോക്കാം. ബോഡി സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം എത്ര ക്യൂബ് ഉണ്ട്? മൊത്തം 8 ക്യൂബ് ഉണ്ട്. 8 ക്യൂബിന്റെയും സെൻട്രലും എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. കോർണർ ആറ്റംസിനാണ് നമ്മൾ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ബോഡി സെന്റേർഡ് ആറ്റംസിനെ നമ്മൾ ഇവിടെ പിങ്ക് കളർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണ്. ഇതിന്റെ നൈബർ ആറ്റംസ്, നിയറസ്റ്റ് നൈബർ ആറ്റംസ് ഏതാണ്? നമ്മൾ നേരത്തെ സിമ്പിൾ ക്യൂബിക് ആയിരുന്നപ്പോൾ നിയറസ്റ്റ് നൈബർ ആറ്റം ഇതാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ ഇവിടെ ബോഡി സെന്റേർഡ് ആകുമ്പോൾ അതിനേക്കാൾ അടുത്ത ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ബോഡി സെന്റേർഡ് ആറ്റംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബോഡി സെന്റേർഡ് ആറ്റംസ് നിയറസ്റ്റ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായി? അപ്പോ ഇൻ BCC സ്ട്രക്ചർ കോർഡിനേഷൻ നമ്പർ ഈസ് 8. ഇൻ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എന്താണ്? സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ബോഡി സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ എത്രയാണ്? 8 ആണ്. മനസ്സിലായോ? അടുത്ത നമുക്ക് FCC നോക്കാം. FCC നോക്കുമ്പോൾ ഇവിടെ ഫേസ് സെന്റേർഡ് ആറ്റംസിനെ നമ്മൾ യെല്ലോ കളറിലും കോർണർ ആറ്റംസിനെ ബ്ലൂ കളറിലും കാണിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ പ്ലെയിൻസ് ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. നമ്മൾ ഇവിടെ നോക്കാം. ആദ്യം ഞാൻ ശ്രദ്ധിക്കണേ, ഇത് നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഈ ആറ്റത്തിന്റെ നൈബർ ആറ്റംസ് ആണ്, കോർഡിനേഷൻ നമ്പർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇത് ആദ്യം ഞാൻ ഈ ഒരു പ്ലെയിൻ എടുക്കും. ഈ ഒരു പ്ലെയിൻ എടുക്കുമ്പോൾ ഫേസിന്റെ ആറ്റംസ് ഏതൊക്കെ ഉണ്ട്? 1, 2, 3, 4. 4. ആദ്യത്തെ പ്ലെയിനിൽ എത്ര? 4 ആറ്റംസ് ഉണ്ട്. ശ്രദ്ധിച്ചോ? അപ്പൊ ഞാൻ ആ പ്ലെയിൻ ആണ് എടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ പ്ലെയിൻ എടുക്കുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കുമ്പോൾ അവിടെ എത്ര ആറ്റംസ് ഉണ്ട്? ഇവിടെ 1, 2, 3, 4. 4 എണ്ണം. അപ്പൊ സെക്കൻഡ് പ്ലെയിൻ എടുക്കുമ്പോൾ അവിടെയും 4 ആറ്റംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഏതൊക്കെ പ്ലെയിൻ എടുത്തു? ഈ ഒരു പ്ലെയിൻ എടുത്തു, ദെൻ ഈ പ്ലെയിൻ എടുത്തു. ഇനി ഏത് പ്ലെയിൻ ആണുള്ളത്? ഇനി ഈ ഒരു പ്ലെയിൻ ഉണ്ട്. സോറി, ഈ പ്ലെയിൻ എടുക്കുമ്പോൾ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? ഈ ഒരു പ്ലെയിൻ എടുക്കുമ്പോൾ 1, 2, 3, 4. അപ്പൊ തേർഡ് പ്ലെയിൻ എടുക്കുമ്പോഴും എത്ര? 4 എന്തുണ്ട്? ഫേസ് സെന്റേർഡ് ആറ്റംസ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? അപ്പോ കോർഡിനേഷൻ നമ്പർ ഓഫ് എന്താണ്? FCC. ഇത് നമുക്ക് ഇങ്ങനെ ഈ പ്ലെയിൻ വരച്ച് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ FCC എത്രയാണ്? 12. ഇപ്പൊ ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് നമ്മൾ ഓരോ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. നമ്മൾ പണ്ട് എന്താണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ കോർഡിനേറ്റ് സിസ്റ്റം നോക്കൂലേ? അതേപോലെ ഇവിടെ ഈ ഒരു പ്ലെയിൻ ഉണ്ട്, ദെൻ അതേപോലെ ഈ ഒരു പ്ലെയിൻ ഉണ്ട്, ദെൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഓരോ പ്ലെയിനിലും 4 ഫേസ് സെന്റേർഡ് ആറ്റംസ് വെച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ എത്ര ടോട്ടൽ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോ കോർഡിനേഷൻ നമ്പർ ഓഫ് എഫ് സി സിയുടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 12. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ. കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ഈസ് എന്താണ്? 6. അപ്പോൾ ഫോർ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ കോർഡിനേഷൻ നമ്പർ 6. ബോഡി സെന്റേഡ് ആണെങ്കിൽ എത്രയാണ് കോർഡിനേഷൻ നമ്പർ? എത്രയാണ് ബോഡി സെന്റേഡ് ആണെങ്കിൽ? 8 ആണ്. എഫ് സി സി ആണെങ്കിൽ എന്താണ്? ഇതാണ് 12. നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം ഇൻ HCP ലാറ്റീസ്. ഹെക്സേണൽ ക്ലോസ് പാക്ഡ് ആണ്. ഹെക്സേണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിലെ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്നാണ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോർഡിനേഷൻ നമ്പർ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റംസ് ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം ഇൻ HCP. HCP സ്ട്രക്ചറിൽ ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നിയറസ്റ്റ് ഡയറക്ട്ലി സറൗണ്ടിങ് ആറ്റംസ് എത്രയാണ് എന്നുവെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ ഇൻഡയറക്റ്റ് ചോദിക്കുന്നതാണ് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ. HCP സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ HCP സ്ട്രക്ചർ എത്രയാണ്? 12. FCC HCP ഏകദേശം സെയിം ആണ് കേട്ടോ. നമ്പർ ഓഫ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? FCCയിലും 12 ആണ്, HCPയിലും എത്രയാണ്? 12 ആണ്. നോ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഡെൽറ്റ അയൺ. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഡെൽറ്റ അയൺ. ഡെൽറ്റ അയണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതാണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡെൽറ്റ അയൺ? BCC. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡെൽറ്റ അയൺ ഈസ് BCC. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡെൽറ്റ BCC. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അധികം പറഞ്ഞു പോവാം. നമുക്ക് നോക്കാം. ഇവിടെ അയണിന്റെ ക്യൂറി ടെമ്പറേച്ചർ എന്താണ്? ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ എത്രയാണ്? 728. 728. 98 ആയിരുന്നു. 768 ഡിഗ്രി സെൽഷ്യസ്. 768 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യൂറി ടെമ്പറേച്ചർ ഓഫ് അയൺ. അപ്പോൾ ആ അയണിന്റെ ക്യൂറി എന്താണ് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ക്യൂറി ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും കേട്ടോ. ക്യൂറി ടെമ്പറേച്ചർ എത്തുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ 768 ഡിഗ്രി സെൽഷ്യസ് വരെയും എന്താണ്? ഇറ്റ് ഈസ് എന്ത് സ്ട്രക്ചറാണ്? BCC സ്ട്രക്ചർ, ആൽഫ അയൺ മാഗ്നറ്റിക് കേട്ടോ. ആൽഫ അയൺ മാഗ്നറ്റിക്. 768 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അയൺ BCC സ്ട്രക്ചർ, ആൽഫ അയൺ നോൺ മാഗ്നറ്റിക്. ഇനി 910 ഡിഗ്രി നോൺ മാഗ്നറ്റിക് ആണോ ഫെറോ എന്ന് പറയുന്നത്? ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത് അല്ല. ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക്കോ? വീക്ക്ലി മാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് എന്ന് പറയില്ലേ? അതിൽ ഫെറോ മാഗ്നറ്റിക് ആണ് പ്യൂർലി മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്. മനസ്സിലായോ? ഓക്കെ സർ. അപ്പോ ഓക്കെ. നിക്കല് അയൺ ഇതൊക്കെയാണ് ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ 910 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ 910 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ മേളിലോട്ട് ഓസ്നെറ്റിക് ഹൈ ടെമ്പറേച്ചർ റേഞ്ച് ആണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ആൽഫ അയൺ എന്ന് പറയുന്നത് എന്ത് അയണാവും? ഗാമ അയണാവും. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 910 ഡിഗ്രി സെൽഷ്യസ് എബോവ് ആണ്. നോൺ മാഗ്നറ്റിക് തന്നെയാണ്. ഇറ്റ് ഈസ് എ ക്രിസ്റ്റൽ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ കേട്ടോ. ദെൻ അടുത്ത് വരുന്നത് എന്താണ്? ഡെൽറ്റ അയൺ സ്ട്രക്ചർ പിന്നെ എന്താവും? BCC സ്ട്രക്ചർ. അപ്പൊ ആൽഫ ഈ ഗാമ അയണിന്റെ പേരാണ് ഓസ്റ്റിനൈറ്റ് കേട്ടോ. ഓസ്റ്റിനൈറ്റ്. അടുത്ത് ഇതിന്റെ പേരാണെന്ത്? ആൽഫന്റെ പേരാണെന്ത്? ഫെറൈറ്റ്. ഡെൽറ്റ അയണിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഡെൽറ്റ അയൺ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഡെൽറ്റ അയൺ ഈസ് BCC. ഒരിക്കലും മറക്കരുത് കേട്ടോ, കൺഫ്യൂഷൻ ആയി പോകും. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഡെൽറ്റ അയൺ ഈസ് എന്താണ്? BCC. ഇത് FCC എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഗാമ അയണിന്റെ ആണ് എന്ത്? FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ കേട്ടോ. അയണിന് 2 ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണുള്ളത്, BCC യും FCC. അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഡെൽറ്റ അയൺ ഈസ് എന്താണ്? BCC. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഡെൽറ്റ അയൺ ഈസ് BCC. ഫ്രാക്ഷൻ ഓഫ് സ്പേസ് ലെഫ്റ്റ് അൺഫിൽഡ് ഇൻ FCC സ്ട്രക്ചർ.
ഫ്രാക്ഷൻ ഓഫ് സ്പേസ് ലെഫ്റ്റ് അൺഫിൽഡ് ഇൻ FCC സ്ട്രക്ചറിൽ അൺഫിൽഡ് ആയിട്ടുള്ള എന്താണ് സ്പേസ് എത്രയാണ്? ആൻസർ എത്രയാണ് പറയാൻ പറ്റുമോ? 0.26. എന്താണ് FCC സ്ട്രക്ചറിലെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണ്? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC സ്ട്രക്ചർ എത്രയാണ്? 0.74. 0.74 കേട്ടോ. 0.74 എന്ന് വെച്ചാൽ FCC സ്പേസ് ലാറ്റിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ FCC യൂണിറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ 74% വോളിയവും എന്താണ് ആറ്റംസ് കൊണ്ട് ഒക്കുപ്പൈഡ് ആണ്. കാരണം നമുക്കറിയാം കോർണർ ആറ്റം ഉണ്ട്, ഫേസ് സെന്ററിൽ ആറ്റംസ് ഉണ്ട്. അങ്ങനെ 74% എന്താണ് ഒക്കുപ്പൈഡ് ആണ്. അപ്പൊ ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ള 0.26 ആണ് കേട്ടോ. 0.26 എത്രയാണ്? സ്പേസ് ഇസ് ലെഫ്റ്റ് അൺഫിൽഡ്. 1 മൈനസ് 0.74 ആകും 0.26 is the right answer കേട്ടോ. അപ്പൊ നമുക്ക് അറ്റോമിക് പാക്കിംഗ് ഫാക്ടറിന്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ മാത്രമല്ല, നമുക്ക് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ കണ്ട ഈ ഒരു ടൈം ഉണ്ട്, ആ ഒരു എന്താണ് ലാറ്റിസ് പാരാമീറ്റർ എയും റേഡിയസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കും കേട്ടോ. ഫോർ എ സിമ്പിൾ ക്യൂബിക് A ഈക്വൽ ടു 2R കണ്ടോ. അതേസമയം നമ്മൾ അടുത്ത് നോക്കുമ്പോൾ BC സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ √3A ഈക്വൽ ടു 4R എന്ന് വെച്ചാൽ A ഈക്വൽ ടു 4R/√3 ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫേസ് സെന്റേർഡ് ക്യൂബിക് എടുക്കുകയാണെങ്കിൽ A ഈക്വൽ ടു 4R/√2. അപ്പൊ ഇതങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. സിമ്പിൾ ക്യൂബിക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സിമ്പിൾ ക്യൂബിക് ആണ് എങ്കിൽ ഈ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഈ ഫിഗർ ഒന്ന് വരച്ചതിന് ശേഷം നമുക്കറിയാം എന്താണ് ഓരോ കോർണറിലും ഓരോ ആറ്റം വീതം ഉണ്ട്. മനസ്സിലായോ? ഒരു കോർണറിൽ 1/8 ആണുള്ളത്, അടുത്ത കോർണറിൽ 1/8. മനസ്സിലായോ? നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആറ്റത്തിന്റെ ഇത് റേഡിയസ് R ആണല്ലോ, ആറ്റത്തിന്റെ റേഡിയസ് R, ഇവിടെ റേഡിയസ് R. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു എന്താണ് 2R. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, A ഈക്വൽ ടു 2R. മനസ്സിലായോ? ഇനി വോളിയം ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആണ്. വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമുക്കറിയാം A ക്യൂബ് ആണ് വോളിയം ഓഫ് യൂണിറ്റ് സെൽ. നമുക്കറിയാം A ഈക്വൽ ടു 2R ആണ്. അപ്പൊ A ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് 2R ഈ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 8R³ എന്ന് വരും കേട്ടോ. വോളിയം എന്ന് പറയുമ്പോൾ 8R³. അത് ഈ എക്സ്പ്രഷൻസ് എല്ലാം ഓർത്ത് വയ്ക്കുക. ഫോർ എ സിമ്പിൾ ക്യൂബ് for a simple cubic structure, volume of unit cell in terms of radius of എന്താണ് ആറ്റം ആണെങ്കിൽ എന്താണ് 8R³ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ട വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആണ്. നമുക്കറിയാം ഓരോ ആറ്റവും നമ്മൾ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്ഫിയറിന്റെ വോളിയം എന്താണ് 4/3 എന്താണ് πR³ ആണ് ഒരു സ്ഫിയറിന്റെ വോളിയം, നമുക്കത് അറിയാം. അങ്ങനെ എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഏത് കൺസെപ്റ്റിലോട്ട് പോകണം? ആറ്റംസ് പെർ യൂണിറ്റ് സെൽ കൺസെപ്റ്റിലോട്ട് പോകണം. അങ്ങനെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എന്താണ്? ഫോർ എ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? 1. എന്തുകൊണ്ട്? 1/8 × 8 = 1 കേട്ടോ. അപ്പം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ 4/3 πR³ ഇൻറ്റു എന്താണ് 1. അത് 4/3 πR³ തന്നെയാണ് ബൈ വോളിയം ഓഫ് എന്താണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്നാൽ A³ ആണ്. A³ എന്ന് പറഞ്ഞാൽ 8R³. ഇതിൽ R³ ക്യാൻസൽ ചെയ്ത് 4/3 π/8 എന്ന് അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.52 എന്ന് കിട്ടും. അപ്പൊ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ സിമ്പിൾ ക്യൂബിക് ഈസ് 0.52 കേട്ടോ. ഇത് 0.52 എന്ന് തന്നെയാണ് ആൻസർ. ഇതിന് ഒരു മാറ്റമില്ല. പറഞ്ഞ മനസ്സിലായോ? എക്സാമിന് 0.53, 0.51, 0.52 എന്ന് കണ്ടു കഴിഞ്ഞാൽ 0.52 ആണ് ആൻസർ. മനസ്സിലായോ? ഇത് 0.52 ആണ്. ഇതിന് വേറെ ഒരു ഓപ്ഷന് ഇല്ല. 0.52 ആണ് ആൻസർ കേട്ടോ. ഇനി എക്സാമിന് ബൈ മിസ്റ്റേക്ക് ആയിട്ട് ചിലപ്പം 0.52 എന്നുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആൻസർ പോയി അത് ക്യാൻസൽ ആവാനാണ് സാധ്യത. കാരണം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ വാല്യൂ അത് കോൺസ്റ്റന്റ് ആണ്. അതിലൊരു മാറ്റം വരാൻ പാടില്ല കേട്ടോ. അപ്പോ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ സിമ്പിൾ ക്യൂബ് ഈസ് 0.52.
അതിന്റെ എന്താണ് യൂണിറ്റ് സെൽ ലാറ്റിസ് പാരാമീറ്ററും റേഡിയസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എ ഈക്വൽ ടു 2r എന്നാണ്. പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ 8r³ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? 1. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഈസ് 1. ഇനി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ BCC നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ നടുക്ക് ബോഡി സെന്റേഡ് ഒരു ആറ്റം കൂടെ ഉണ്ട്. കണ്ടോ? ബോഡി സെന്റേഡ് ഒരു ആറ്റം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലൈൻ, നമ്മൾ നേരത്തെ സിമ്പിൾ ക്യൂബിക്കിൽ എടുത്ത ലൈൻ ഏതാണ്? ഈ എ എന്നുള്ള ലൈനാണ്. അതിപ്പോ ഈ ലൈൻ ഈ ഒരു എ എടുത്താലും ഈ എ എടുത്താലും ഈ എ എടുത്താലും ഏത് എഡ്ജ് എടുത്താലും എ ഈക്വൽ ടു 2r തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡയഗണലാണ് എടുക്കുന്നത്. ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ്. എന്തുകൊണ്ട് അത് എടുത്തു എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ എഡ്ജ് എടുത്തോ, ഈ എഡ്ജ് എടുത്തോ, എ ഈക്വൽ ടു ഇവിടെ 2r ആണോ? 2r ആണോ? നോക്കി, നമുക്ക് അങ്ങനെ എ ഈക്വൽ ടു 2r എന്ന് പറയാൻ പറ്റുമോ ഇവിടെ? എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? കാരണം അവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇടയ്ക്ക് എന്തുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. കണ്ടോ? ആ ഗ്യാപ്പ് വരാൻ കാരണം എന്താണ്? ഈ സെന്ററിൽ ഇരിക്കുന്ന ആറ്റമാണ്. അപ്പൊ നമ്മള് കാൽക്കുലേഷൻ എടുക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്, ലൈൻ എന്ന് പറയുന്നത് ആറ്റം വെൽ പാക്ഡ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അറ്റോമിക് ഡെൻസിറ്റി മാക്സിമം ഉള്ള ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. BCC സ്ട്രക്ചർ ആണെങ്കിൽ കോർണറിൽ 2 ആറ്റം, ഈ ഒരു ആറ്റം 1 2 അതാണ് ഇവിടെ കാണിച്ചത് 1 2. ഇനി സെന്റർ ആറ്റം ഈ 3 കേട്ടോ? അത് നമ്മൾ ജോയിൻ ചെയ്തൊരു ലൈൻ കേട്ടോ? ദെൻ ഈ ഒരു ലൈൻ √2a. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ താഴെ തന്നെ സ്ക്വയർ ഫേസിന്റെ ഡയഗണലാണ് √2a. ഇത് ക്യൂബിന്റെ ഡയഗണൽ √3a. ഇത് a. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ √3a ഈക്വൽ ടു ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് a ആണ്, ഇത് a, ഇത് √2a, ഇത് √2a. അങ്ങനെ പൈതഗോറസ് തിയറം വെച്ചിട്ട് എന്തെന്നറിയാം? ബേസ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് √3 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ √3a ഈക്വൽ ടു നമുക്ക് എന്താണ്? ഇവിടെ ഒരു റേഡിയസ് ഉണ്ട് r, ഇവിടെ റേഡിയസ് ഉണ്ട് r എന്നുവെച്ചാൽ 2r, ഇവിടെ റേഡിയസ് ഉണ്ട് r. അപ്പൊ √3a ഈക്വൽ ടു 4r. a ഈക്വൽ ടു എന്താണ്? 4r/√3. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ കേട്ടോ? അപ്പൊ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ BCC നമ്മൾ പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ലാറ്റിസ് പാരാമീറ്റർ a ആൻഡ് റേഡിയസ് ഓഫ് എന്താണ് ആറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ a ഈക്വൽ ടു 4r/√3. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കാം കേട്ടോ? അപ്പോ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ വോളിയം ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ a³ എന്ന് 4r/√3 ദി ഹോൾ ക്യൂബ് കേട്ടോ? ഇനി അടുത്ത് വരുന്ന വോളിയം ഓഫ് ആറ്റം ആണ്. നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ 4/3 πr³. അങ്ങനെ എത്ര ആറ്റം ഉണ്ട്? നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻ BCC സ്ട്രക്ചർ എത്രയാണ്? നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻ BCC സ്ട്രക്ചർ എത്ര? 2. എങ്ങനെ 2 വന്നു? 1/8 × 8. 8 കോർണറിൽ 8 ആറ്റം, 1/8 ആറ്റം. ഇനി ദെൻ ബോഡി സെന്റേഡ് ആറ്റം അല്ലേ? ബോഡി സെന്റേഡ് ആറ്റം എത്രയാണ്? 1. അങ്ങനെ ടോട്ടൽ എത്ര? 2. 2 × 4/3 πr³ ഡിവൈഡ് ബൈ a³ എന്ന് പറയുന്നത് എന്താണ്? 4r/√3 ഹോൾ ക്യൂബ്. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ BCC 0.68. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്ര സ്പേസ് ആണ് വേക്കന്റ് ആയിട്ടുള്ളത്? 0.32 കേട്ടോ? 0.32 സ്പേസ് വേക്കന്റും 0.68 ഒക്കുപൈഡും ആണ്. അപ്പൊ ഇനി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCC സ്ട്രക്ചർ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCC സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 6 ഫേസിൽ എന്തുണ്ട്? ഫേസിന്റെ ആറ്റം ഉണ്ട്. പിന്നെ എന്തുണ്ട്? 8 കോർണറിൽ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എഡ്ജ് നോക്കിയേ, ഈ എഡ്ജ് നോക്കുമ്പോൾ ഇവിടെ a ഈക്വൽ ടു 2r എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല, കാരണം ഇവിടെ ഇത് സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെ വെൽ പാക്ഡ് ആയിട്ടുള്ള ലൈൻ ലെന്ത് ഏതാണ്? ഈ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇവിടെ നോക്കാം, ഈ ലെന്ത് നോക്കണം, അതാണ് ഞാൻ വരച്ചത്. ഈ ഒരു ആരോ ഉണ്ടോ? ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ
ഇത് 6 ആണ്, ഇത് എത്ര 6 ആണ്? 2R ആണ്, ഇത് 6 ആണ്. മനസ്സിലായോ? അപ്പൊ √2a ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2a ഈക്വൽ ടു 4R അല്ലേ? അപ്പൊ a ഈക്വൽ ടു 4R/√2. അപ്പൊ a ഈക്വൽ ടു 4R/√2 ആണ് FCCയിൽ എന്താണ് എഡ്ജും നമ്മുടെ റേഡിയസ് തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ a³ എന്ന് പറയുമ്പോൾ എന്താണ് 4R/√2 ദി ഹോൾ ക്യൂബ് എന്ന് വരും. ഇനി നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ ഇൻ ആൻ FCC സ്ട്രക്ചർ എത്രയാണ്? FCC ലാറ്റിസിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? 1/8 into 8. ഇനി 1/2 into എത്ര ഫേസിലുണ്ട്? ഹാഫ് ആറ്റംസ് 6. അപ്പൊ 3. അപ്പൊ 3 + 1 4. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. അപ്പൊ 4 into 4/3 πr³ ഡിവൈഡഡ് ബൈ a³ എന്നാണ് 0.74 ആണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCC സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. FCC സ്ട്രക്ചറിലാണ് എങ്കിൽ എന്താണ് a ഈക്വൽ ടു 4R/√2 ആണ്. BC സ്ട്രക്ചർ ആണെങ്കിൽ a ഈക്വൽ ടു എന്താണ് 4R/√3 ആണ്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ a ഈക്വൽ ടു 2R ആണ് കേട്ടോ. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സ്പേസ് ലെഫ്റ്റ് അൺഫിൽഡ് ഇൻ FCC സ്ട്രക്ചർ എത്രയാണ്? 0.26. കാരണം FCCയിൽ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? 0.74. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.74 ആണ്. ബാക്കി 0.26 ആണ് ലെഫ്റ്റ് അൺഫിൽഡ് ആയിട്ടുള്ളത്. ഇനി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ HCP സ്ട്രക്ചറിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ ബാക്കിയെല്ലാം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ HCPയുടെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ പഠിച്ചില്ല. കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. HCP സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഫിഗേഴ്സ് ഒക്കെ വെച്ച് മനസ്സിലാകാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വാല്യൂസ് മാത്രം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം HCP സ്ട്രക്ചറിൽ. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ HCP സ്ട്രക്ചർ സെയിം ആസ് ദാറ്റ് ഓഫ് ഏതാണ്? FCC സ്ട്രക്ചർ. FCC സ്ട്രക്ചറിന്റെ സെയിം ആണ് HCP സ്ട്രക്ചറിന്റെയും എന്ത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. എത്ര ആയിരിക്കും അപ്പോൾ? 0.74. Atomic packing factor for HCP structure is 0.74. Now, number of atoms per unit cell in a HCP structure. HCP structure number of atoms per unit cell എത്രയാണ്? 6 ആണോ? 6. Number of atoms per unit cell എത്രയാണ്? 6. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ എ സിമ്പിൾ ക്യൂബിക് എത്രയാണ്? 1/8 into 8 equal to 1. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് ബോഡി സെന്റർഡ് ക്യൂബിക് ആണെങ്കിൽ എത്രയാണ്? സെന്റർ ബോഡിയുടെ സെന്ററിൽ വരുന്ന 1 പ്ലസ് 1/8 into 8. ഈ 1/8 into 8 1 2 3 4 5 6 7 8. അപ്പോൾ 8 into 1/8 equal to 1 പ്ലസ് ഈ ബോഡി സെന്റർഡ് 1 equal to എത്ര? 2. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ എ BC സ്ട്രക്ചർ ഈസ് 2. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ എ ഫേസ് സെന്റർഡ് ക്യൂബിക്. ഫേസ് സെന്റർഡ് ക്യൂബിക്കിൽ എത്ര? അപ്പോൾ 8 കോർണറിൽ എത്ര? 1/2 1/8 ഉണ്ട്. 1/8 അപ്പൊ അങ്ങനെ 1 2 3 4 5 6 10 ആ ഒരു കോർണറിൽ 8 7 8. അപ്പൊ 1/8 into 8 1. ഇനി ഫേസ് സെന്ററിൽ എത്ര ഉണ്ട്? ഓരോ ഫേസിനും 1/2 ഉണ്ട്. 1/2 1/2 1/2 അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1/2 into 6 എത്ര? 3. അപ്പം ടോട്ടൽ 3 + 1 എത്ര? 4 എന്നാണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. FCCയിൽ 4 ആണ്. ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്ടിനെ ഫുൾ ഈ ഫിഗേഴ്സ് മാത്രം നോക്കുക. നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഈസ് 0.74 ഫോർ HCP സ്ട്രക്ചർ. ഫോർ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 6. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? 0.74. The number of atoms per unit cell in a HCP structure is 6. Number of atoms per unit cell in a HCP structure എത്രയാണ്? 6. ഇനി നിങ്ങൾ ബാക്കി അത്രയും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ഫിഗേഴ്സ് ഒന്നും മനസ്സിലാക്കി അങ്ങനെ നോക്കാനൊന്നും വയ്യായെങ്കിൽ ഈ ഒരു ചാർട്ട് മാത്രം നോക്കിയിട്ട് പോവുക. പക്ഷെ
നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് എഡ്ജ് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് എന്താണ് ലാറ്റിസ് പാരാമീറ്റർ എയും റേഡിയസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതൊന്നും ഇതിൽ നിന്ന് കിട്ടില്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ക്രിസ്റ്റൽസ് നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ, കോർഡിനേഷൻ നമ്പർ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ആറ്റം പെർ യൂണിറ്റ് സെൽ 1 ആണ്, കോർഡിനേഷൻ നമ്പർ 6 ആണ്, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.52. ബോഡി സെന്റേർഡ് ക്യൂബിക് BCC ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ 2, കോർഡിനേഷൻ നമ്പർ 8, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.68. ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ 4, കോർഡിനേഷൻ നമ്പർ 12, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.74. ഇനി HCP സ്ട്രക്ചർ ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ എത്ര 6 ആണ്, കോർഡിനേഷൻ നമ്പർ സെയിം ആസ് ദാറ്റ് ഓഫ് FCC 12 ആണ്, അറ്റോമിക് പാക്കിംഗ് ഫാക്ടറും FCC പോലെ തന്നെ എന്താണ് 0.74 ആണ്. ഈ വാല്യൂസ് ഒരിക്കലും മാറരുത്. 0.52, 0.68, 0.74 കേട്ടോ. ഇത് പിന്നെ പറയാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, ഓർമ്മ എന്താണ് നമ്മൾ പഠിച്ചു വെക്കും. ഇത് നമ്മൾ എന്താണ് പിന്നെ റിവൈസ് ചെയ്തില്ല എങ്കിൽ കുറച്ച് ദിവസം കഴിയുന്നതോറും നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇത് ചെറുതായിട്ട് നമ്മൾ മറന്നു തുടങ്ങും. പിന്നീട് നമുക്ക് ഈ 0.5, ഈ കേസ് ആണെങ്കിൽ നമുക്ക് 0.5 എന്നൊരു വാല്യൂ മാത്രമേ ഓർമ്മ വരുള്ളൂ. അത് 0.52 ആണോ 0.53 ആണോ, ഓപ്ഷനിൽ 0.54 വരുമ്പോൾ ഈ 0.74ഉം 0.54ഉം തമ്മിലൊക്കെ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. 0.74 എന്ന് പറയുമ്പോൾ ഇതേപോലെ 0.74, 0.76, 0.78 എന്നൊക്കെ കാണും. ഈ സെക്കൻഡ് ഡിജിറ്റ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ ആകും. കാരണം ഒരു 4 ഉണ്ട്, ഒരു 8 ഉണ്ട്, ഒരു 2 ഉണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും നമുക്ക് ഉറപ്പായിരിക്കും. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ സിമ്പിൾ ക്യൂബിക്കുന്ന 0.5 ആണ്. പിന്നെ അടുത്തത് 0.52 ആണോ, 0.54 ആണോ, 0.58 ആണോ, അങ്ങനെ ഡൗട്ട് ആവും. മനസ്സിലായോ? പിന്നെ അങ്ങനെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് തെറ്റായി പോകും. മനസ്സിലായി? അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. ഈ ചാർട്ട് എപ്പോഴും എടുത്തിട്ട് ഒന്ന് മനസ്സിനകത്തിട്ട് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. 0.52, BCC ആണെങ്കിൽ 0.68, FCC ആണെങ്കിൽ 0.74. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ട്വിൻ ബൗണ്ടറി ഈസ് എൻ എക്സാമ്പിൾ ഫോർ. ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ? അതൊരു പോയിന്റ് ഡിഫക്റ്റ് ആണോ, ലൈൻ ഡിഫക്റ്റ് ആണോ, സർഫസ് ഡിഫക്റ്റ് ആണോ, വോളിയം ഡിഫക്റ്റ് ആണോ? എന്ത് ഡിഫക്റ്റ് ആണ് ട്വിൻ ബൗണ്ടറി? ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത് സർഫസ് ഡിഫക്റ്റ് ആണ് കേട്ടോ. നമ്മള് ട്വിൻ ബൗണ്ടറി എന്ന് വെച്ചാൽ എന്താണ്? ട്വിൻ ബൗണ്ടറി എന്ന് വെച്ചാൽ ഒരു ബൗണ്ടറി ഉണ്ട്, ആ രണ്ട് സൈഡില് ഒരു സൈഡിലെ ആറ്റം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡില് എന്തായിരിക്കും? മിറർ ഇമേജ് ആയിരിക്കും. അതാണ് ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബൗണ്ടറിയുടെ രണ്ട് സൈഡിലും ട്വിൻസ് ആയിരിക്കും. ഒരു സൈഡിലുള്ളതിന്റെ ട്വിൻ ആയിരിക്കും അപ്പുറത്തുള്ളത്. മനസ്സിലായോ? അപ്പോൾ ട്വിൻ ബൗണ്ടറി ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്താണ്? സർഫസ് ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ച സമയത്ത് ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് എന്ത് ഡിഫക്റ്റ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ ഡിഫക്ട്സ് എന്ന് പറയാറുണ്ട്. ഇല്ല എങ്കിൽ 0 ഡയമെൻഷണൽ ഡിഫക്ട് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന്, 1 ഡയമെൻഷണൽ ലൈൻ ഡിഫക്റ്റ് എന്നും, 2 ഡയമെൻഷണൽ സർഫസ് അല്ലെങ്കിൽ ഇന്റർഫേസ് ഡിഫക്റ്റ് എന്ന്, ഇന്റർഫേസ് ഡിഫക്റ്റ് എന്ന്, അല്ലെങ്കിൽ ഇതിന് വോളിയം ഡിഫക്റ്റ് എന്ന് പറയും. നമ്മളിത് രണ്ട് സെക്ഷൻസ് ആയിട്ട് എടുത്ത് കേട്ടോ ഡിഫക്റ്റ്. ഞാൻ ഈ ഒരു ചാർട്ടിൽ ഇപ്പം പറഞ്ഞ ഒരു 5 മിനിറ്റ് കൊണ്ട് പറയുന്നതെങ്കിലും നമ്മൾ ഇത് രണ്ട് സെക്ഷനായിട്ടാണ് എടുത്തത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഓരോ പേരും, ഈ കാണിച്ചിരിക്കുന്ന ഓരോ പേരും എന്ത് തന്നെയാണ്? ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 0 ഡയമെൻഷണൽ ഡിഫക്റ്റിനകത്ത് വരുന്നതാണ് വേക്കൻസി, ഇമ്പ്യൂരിറ്റി, ഫ്രങ്കൽ ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്. 1 ഡയമെൻഷണൽ ഡിഫക്റ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ ലൈൻ ഡിഫക്റ്റിനകത്ത് വരുന്ന എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മാത്രം നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഇതെന്താണ്? ലൈൻ ഡിഫക്റ്റ് ആണ് എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഇനി നമ്മൾ ഒരു മെറ്റീരിയലിനെ എക്സ്റ്റർണലി ഫോഴ്സ് കൊടുത്ത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണ് എന്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. മെറ്റീരിയൽ ഡീഫോം ആവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആണ്. രണ്ടിന്റെ എൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ആണ് കേട്ടോ. ഒരു ഫൈനലി ഒരു സ്റ്റെപ്പ് ഉണ്ടാകാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെയും ഇത്. ഇനി ഇതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബർഗേഴ്സ് വെക്ടർ. എന്താണ് ബർഗേഴ്സ് വെക്ടർ എന്ന് പറയുന്നത്? ഈ ഡിസ്ലൊക്കേഷന് ഒരു മൂവ്മെന്റ്, ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ
ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വെക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയൽ സയൻസിൽ ആ ഒരു വെക്ടറിനെ അല്ലെ ഈ ഒരു ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് ബർഗേഴ്സ് വെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് സർഫസ് ഡിഫക്ട്, ഇന്റർഫേസ് ഡിഫക്ട് എന്നാണ്. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ്. ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ്. ടിൽറ്റ് ബൗണ്ടറി, ദെൻ സ്റ്റേക്കിംഗ് ഫോൾട്ട്. എന്താണ് സ്റ്റേക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് സ്റ്റേക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ എ എന്നൊരു അറ്റോമിക് ലെയർ, എ ദെൻ ബി ദെൻ സി, പിന്നെയും എ ബി സി, എ ബി സി, ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്പേസ് ലാറ്റിസ് വരേണ്ടത് എങ്കിൽ എന്ന് വെച്ചാൽ എ ടൈപ്പ് ഓഫ് അറ്റംസ് ഒരു ലെയർ, അതിന് മേളിൽ ബി സി, എ ബി സി ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ചിലയിടത്ത് എന്താവും എ ബി സി, അതിന് മുകളിൽ അടുത്ത നേരെ പിന്നെ ബി സി എന്ന് വരും. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ ലെയർ മിസ്സായി പോകും. അപ്പൊ അതിനാണ് സ്റ്റേക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? കുറച്ചു നേരം നമ്മളൊരു ഫിഗർ കണ്ടു. ഇവിടെ കണ്ടോ? നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഹെക്സണൽ ക്ലോസ് പാക്കിന് ഇതൊരു ടൈപ്പ് ഓഫ് ലെയർ ഓഫ് ആറ്റംസ് ആണ്. അതിന് മേളിൽ കണ്ടോ ഇവിടെ ഒരു ആറ്റംസ് ഉണ്ട്, കണ്ടോ? ഇവിടെ ബ്ലൂ കളർ ഗ്രീൻ കളറിൽ കാണിച്ചിരുന്ന ഒരു ലെയർ ഓഫ് ആറ്റംസ് ആണ്. അതിന് മേളിൽ ബ്ലൂ കളറിലുള്ള ലെയർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതാകണ്ട ഇവിടെ എ ബി സ്റ്റേക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇത് എ ആണ്, ഇത് ബി ടൈപ്പ് ഓഫ് സ്റ്റേക്കിംഗ് ആണ്, പിന്നെ എ, അതിന്റെ മുകളിൽ ബി വരും, പിന്നെ എ വരും. മനസ്സിലായി? അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ബി മിസ്സായി പോയിട്ട് എന്താണ് എ ബി എ ബി എ എ എന്ന് പറഞ്ഞാൽ അതെന്താണ് സ്റ്റേക്കിംഗ് ഫോൾട്ട് ആണ് കേട്ടോ. സ്റ്റേക്കിംഗ് ഫോൾട്ട്. അപ്പൊ സ്റ്റേക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ്? സ്റ്റേക്കിംഗ് ഫോൾട്ട്. അപ്പൊ നമുക്ക് ഇവിടെ അപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫിഗറിൽ പഠിച്ചത് എന്താണ്? അതൊരു വോളിയമായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതൊരു വോളിയം ഡിഫക്റ്റ് അല്ല, അത് സർഫസ് ഡിഫക്റ്റ് ആണ്. സ്റ്റേക്കിംഗ് ഫോൾട്ട് എന്ന സർഫസ് ഡിഫക്റ്റ് ആണ്. ടിൽറ്റ് ബൗണ്ടറി, ടിൻ ബൗണ്ടറി, ഗ്രെയിൻ ബൗണ്ടറി എല്ലാം ഡിഫക്റ്റ് ആണ് കേട്ടോ. ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയാൻ കാരണം? ഗ്രെയിൻ ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾക്കറിയാം ഇപ്പൊ എന്താണ് ഇപ്പൊ ഇത് ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കേട്ടോ. ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് എവിടെയാണോ വെച്ച് എന്താണ് വ്യത്യാസം വരുന്നത്, മനസ്സിലായി? അവിടെ എന്താണ് ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഓറിയന്റേഷൻ എവിടെ വ്യത്യാസം വരുന്നു അവിടെ നമ്മൾ ഡിഫക്റ്റ് ആയിട്ട് പറയും. മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം ഇതൊരു ഗ്രെയിൻ, ഇത് അടുത്ത ഗ്രെയിൻ. ഇവിടെ ഈ ഗ്രെയിനിൽ ആറ്റംസ് എല്ലാം ഈ ഒരു ഡയറക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ നേരെ വേറെ ഡയറക്ഷനാണെന്ന് വെച്ചു. ഇത് ഇങ്ങനെയാണ് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസിഷൻ. അപ്പം ഗ്രെയിൻ ബൗണ്ടറിയിൽ ആറ്റം അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് രണ്ടിനും ഇടയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് ഗ്രെയിൻ ബൗണ്ടറി ഒരു ഡിഫക്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ അറ്റോമിക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായും വ്യത്യസ്തമായിട്ട് വേറെ ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഗ്രെയിൻ ബൗണ്ടറിയും ഡിഫക്റ്റ് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ ഈ ഡിഫക്റ്റിൽ തട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്ലൊക്കേഷൻസ് ഉണ്ട്. ആ ഡിസ്ലൊക്കേഷൻസ് ഇങ്ങനെ മൂവ് ചെയ്യും. ഈ ഗ്രെയിൻ ബൗണ്ടറിയിൽ വന്ന് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഇങ്ങനെ പൈലപ്പ് ആവും. ഈ ഗ്രെയിൻ ബൗണ്ടറി അടുത്ത് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി? ആ ഒരു എഫക്ട് നമ്മൾ എന്ത് പറയും? ഇപ്പൊ ഞാൻ പറഞ്ഞ എന്ത് പറയും നമ്മൾ? ഈ ഡിസ്ലൊക്കേഷൻ പൈലപ്പ് ഇങ്ങനെ ഡിഫക്ട്സ് ഇങ്ങനെ എന്താണ് സ്ലിപ്പ് ലൈൻസിലൂടെ മൂവ് ചെയ്ത് ഗ്രെയിൻ ബൗണ്ടറീസിൽ വന്ന് പൈലപ്പ് ആവുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഡിസ്ലൊക്കേഷൻസ് എന്ത് ചെയ്യും? ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് അടുത്ത ഗ്രെയിനിലോട്ട് പോകുള്ളൂ. അപ്പൊ ഇവിടെ ഡിസ്ലൊക്കേഷൻ പൈലപ്പ് ആവുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ എനിക്ക് ഡീഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയും? മെറ്റീരിയൽ സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതിന് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളൊരു പേര് നമ്മൾ പല ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. നമ്മളെ ഒരു മെറ്റീരിയൽ ഡീഫോം ചെയ്യാണ്. നമ്മൾ മെറ്റീരിയൽ ഒരു ഫോഴ്സിൽ ഡീഫോം ചെയ്യുന്നു. അപ്പോൾ ഡീഫോം ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഡീഫോം ആവാൻ കാരണം എന്താണ്? ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻസ് എന്താണ്? എലോങ് സ്ലിപ്പ് ലൈൻസ്, എലോങ് സ്ലിപ്പ് ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഗ്രെയിൻ ബൗണ്ടറീസ് എത്തുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസിൽ വന്ന് ഇങ്ങനെ എന്താണ് ഈ ഡിസ്ലൊക്കേഷൻസ് പൈലപ്പ് ആവും. എന്ന് വെച്ചാൽ ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എനിക്ക് എന്ത് ചെയ്യും? കൂടുതൽ നേരത്തെ കൊടുത്തതിനേക്കാളും കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഡിസ്ലൊക്കേഷൻസ് എന്ത് ചെയ്യും? ഈ ഗ്രെയിൻ ബൗണ്ടറി ക്രോസ് ചെയ്ത് അടുത്ത ഗ്രെയിനിലോട്ട് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ നോക്കി ഇത് മെറ്റീരിയലിനകത്ത് നടക്കുന്ന പ്രതിഭാസമാണ്. എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നു മെറ്റീരിയൽ ഡീഫോം ചെയ്യാൻ. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇനി കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ മെറ്റീരിയലിനെ ഡീഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ്? മെറ്റീരിയൽ സ്വന്തമായിട്ട് ഒരു സ്ട്രെങ്ത് അവിടെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിന് എന്ത് പ്രോസസ് എന്നാണ് ഞാൻ പറയുന്നത്? കേട്ടില്ല? ഇംപാക്ട് സ്ട്രെങ്ത് അല്ല, സ്ട്രെയിൻ ഹാർഡനിങ് കേട്ടോ. സ്ട്രെയിൻ ഹാർഡനിങ്, കോൾഡ് വർക്കിംഗ്, സ്ട്രെയിൻ ഹാർഡനിങ്, ഇതെല്ലാം ഇതിനാണ് പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റീരിയൽ സ്വന്തമായിട്ട്
സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് ആണ് നമ്മൾ ഇത് സ്ട്രെങ്ത് ഹാർഡനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ പഴയ ക്ലാസ്സിലൊക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കണം കേട്ടോ. അടുത്ത് 3 ഡയമെൻഷൻ ഡിഫക്റ്റ്, വോളിയം ഡിഫക്റ്റ്. അതിനകത്ത് ട്വിൻസ്, പ്രസിപിറ്റേറ്റ്, ഫോൾട്ടഡ് റീജിയൻ, വോയിഡ്, ക്രാക്സ്, തെർമൽ വൈബ്രേഷൻ, ഇതൊക്കെ വരുന്ന എന്താണ് വോളിയം ഡിഫക്ട്സ് ആണ്. അപ്പോൾ ട്വിൻ ബൗണ്ടറി ഈസ് എൻ എക്സാമ്പിൾ ഫോർ, ട്വിൻ ബൗണ്ടറി എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ സർഫസ് ഡിഫക്റ്റ്. ട്വിൻ ബൗണ്ടറി ഈസ് എൻ എക്സാമ്പിൾ ഫോർ സർഫസ് ഡിഫക്റ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതുവരെ എക്സാമിന് കോമൺ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ.